സയൻസാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്, സരസ്വതിയല്ല. സയൻസാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. ഈ സമീപ ഭൂതകാലത്ത് മലയാള കവിതയിൽ പ്രധാനപ്പെട്ട 4 മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇതും ഞാൻ പറയുന്നത് ഇനി വരാൻ പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടാണ് പ്രധാനമായിട്ടും. എന്താണ് ആ 4 മാറ്റങ്ങൾ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, മലയാള കവിതയിലേക്ക് വനിതകളുടെ മുന്നേറ്റം ഉണ്ടായി. പണ്ട് കാണാത്ത രീതിയിൽ വനിതകളുടെ മുന്നേറ്റം ഉണ്ടായി. വനിതകളുടെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതിന് എന്താണ് ഇത്ര പ്രാധാന്യമുണ്ട്. മലയാളത്തിന് പ്രത്യേകിച്ചും പ്രാധാന്യമുണ്ട്. കാരണം പുരുഷ മേൽക്കോയ്മയെ അംഗീകരിച്ച് ജീവിച്ചിരുന്ന മലയാളി സമൂഹം സ്ത്രീകളോട് എഴുതരുത് എന്ന് പറഞ്ഞൊരു സമൂഹമാണ്. സ്ത്രീകൾ എഴുതാനേ പാടില്ല. സ്ത്രീകൾ പുറത്തിറങ്ങിയ ഒരു കല പ്രകടിപ്പിക്കാൻ പാടില്ല. തിരുവാതിര അകത്തായിരിക്കണം, ഒപ്പന അകത്തായിരിക്കണം, അങ്ങനെ എല്ലാ കലാരൂപങ്ങളും അകത്തായിരിക്കണം. ഒരു താരാട്ടുപാട്ട് പോലും ഉണ്ടാക്കി ഒരമ്മ പാടിയിട്ടുണ്ടെങ്കിൽ ആ താരാട്ടുപാട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു താരാട്ടുപാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു പുരുഷൻ എഴുതിയ താരാട്ടുപാട്ടാണ്, ഇരയമ്മതമ്പിയുടെ താരാട്ടുപാട്ട്, ഓമനത്തങ്ങൾ കിടാവെന്നുള്ള പാട്ട്. ഈ രീതിയിലാണ് നമ്മൾ സ്ത്രീകളെ അകറ്റി നിർത്തിയിരുന്നത്, അടിച്ചമർത്തി നിർത്തിയിരുന്നത്. അവയാർ തമിഴ് ഭാഷയിലെയും അക്കമഹാദേവി കന്നഡ ഭാഷയിലെയും എഴുത്തമ്മമാരായിരുന്നെങ്കിൽ കേരളത്തിൽ എഴുത്തമ്മയില്ല, എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ. മലയാളത്തിന് എഴുത്തമ്മയില്ല, എഴുത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ. എഴുതരുതെന്ന് പറഞ്ഞിരുന്നതാണ്. കുറേ ദൂരം നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയാൽ യഥാർത്ഥത്തിൽ ഈ അമ്മമാരിരുന്നാണ് ഈ കവിത ആരംഭിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ, ഏറ്റവും പുരാതനമായിട്ടുള്ള ദീർഘങ്ങളായിട്ടുള്ള കവിതകൾ കണ്ടുകിട്ടിയിട്ടുള്ളത് കടത്തനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, ഇന്നത്തെ വടകര. ഈ കടത്തനാട് നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള കവിതകളൊക്കെ തന്നെ ഉണ്ണിയാർച്ചയുടെ പാട്ടായാലും ആരോമൽച്ചേകരുടെ പാട്ടായാലും തച്ചോടി ഉദയനൻ്റെ പാട്ടായാലും അങ്ങനെയുള്ള നിരവധി പാട്ടുകൾ, ഈ പാട്ടുകളെല്ലാം തന്നെ അമ്മമാരുണ്ടാക്കിയതാണ്. അമ്മമാർ വയലിൽ കൃഷി ചെയ്യുന്ന സമയത്തും മംഗലത്തിന് അരയ്ക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കിയ പാട്ടുകളാണ്. അവരോട് എഴുതരുതെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് അക്ഷരവിദ്യാഭ്യാസം, അക്ഷരം പഠിക്കുവാനുള്ള സന്ദർഭം കൊടുത്തിരുന്നില്ല കേരളീയർ. അതുകൊണ്ട് അവർക്കൊന്നും എഴുതി വയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ മംഗലത്തിന് അവർ പാടി, വയലിൽ നിന്ന് അവർ പാടി. ഇതൊക്കെ അമ്മമാരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷേ ഏത് അമ്മ നമുക്കറിയില്ല. കഷ്ടിച്ച് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരാളെ കാണാൻ കഴിയും. തോട്ടയ്ക്കാട്ട് ഇക്കാവുമ്മ എന്ന് പറയുന്ന ഒരാളെയാണ്. തോട്ടയ്ക്കാട്ട് ഇക്കാവുമ്മയുടെ കൃതികൾ ഏതാണെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള പുറത്ത് ചെല്ലാൻ കൊള്ളാത്ത ഒരു ശ്ലോകം മിക്കവാറും ആളുകൾക്കെല്ലാം അറിയാം. ഞാനത് നിങ്ങളോട് ചൊല്ലി കേൾപ്പിക്കുന്നില്ല. അത്രയൊക്കെയാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള അറിവ്. കൂട്ടുകയും തങ്കച്ചി പിന്നെ ഉണ്ടാകുന്നു. പിന്നീട് വരുന്നത് വളരെ അടുത്ത നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ള കടത്തനാട്ട് മാധവിയമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, ബാലാമണിയമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു തലമുറയാണ് കടത്തനാട്ട് മാധവിയമ്മ, ബാലാമണിയമ്മ, മുതുകുളം പാർവതിയമ്മ തുടങ്ങിയിട്ടുള്ളവരുടെ ഒരു നിരയാണ് പിന്നീട് കാണുന്നത്. സുഗതകുമാരിയൊക്കെ നമ്മൾ ഒരുപാട് അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള കവികളാണല്ലോ ഇവരൊക്കെ. ഇതിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പെൺ കവി മലയാള കവിതയിലുണ്ടായില്ല? കേരളം ലജ്ജിക്കേണ്ടുന്നൊരു ചരിത്രമാണത്. ആ ലജ്ജിക്കേണ്ടുന്ന ചരിത്രത്തെ സമ്പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടാണ് പുതിയ കവിതയിൽ, മലയാള കവിതയിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. മലയാള കവിതയുടെ പതാക വഹിക്കുന്നത് ഇന്ന് സ്ത്രീകളാണ്. സ്ത്രീകൾ എഴുതാൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും സമ്പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു എഴുത്തുകാരി അവരുടെ ഭർത്താവിന് തമ്മിലൊരു ഡയലോഗ് നഗ്ന കവിതയായിട്ടുണ്ട്. ആ നഗ്ന കവിത ഇങ്ങനെയാണ്, പെണ്ണെഴുത്ത് എന്നാണ് നഗ്ന കവിതയുടെ പേര്. ചേട്ടാ, ഞാനിന്ന് ഒരു ചെടി നട്ടു, അയാൾ തടം നനച്ചു. ചേട്ടാ, ഞാനിന്ന് ഒരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ, ഞാനിന്ന് ഒരു കഥ എഴുതി, അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. ഇതാണ് സ്ഥിതി. ഓരോ സ്റ്റൗ പൊട്ടിത്തെറിക്കലിൻ്റെയും പിന്നിൽ ഒരു എഴുത്തുകാരി ഉണ്ടായേക്കാം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സ്ത്രീ എഴുതിയാൽ അച്ഛന് സംശയം, അമ്മയ്ക്ക് സംശയം, മകന് സംശയം, മകൾക്ക് സംശയം, ഭർത്താവിന് തീരാത്ത സംശയം, മരണം വരെയുള്ള സംശയം. പ്രണയത്തെക്കുറിച്ചൊരു വരി പോലും സ്ത്രീക്ക് എഴുതാൻ സാധ്യമല്ല, ആരെക്കുറിച്ച് എഴുതിയതാണ് എന്ന്. 10 പ്രണയകവിത, ഒന്നിലധികം പ്രണയകവിത എഴുതാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു പ്രണയകവിത എഴുതിയാൽ പിന്നെ സഹിക്കുക. ഈ 10 പേർക്ക് പ്രണയകവിത എഴുതിയിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. സ്ത്രീകളെ വീട്ടിലിരുന്ന് എഴുതാൻ അനുവദിച്ചിട്ടില്ല മലയാളം.
പിന്നെ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവരെ ആരാണ് സഹായിച്ചത്? ഇന്ന് ഏറ്റവും കൂടുതൽ എഴുതുന്നത്, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് സ്ത്രീകളുടെ കവിതകളാണ്. ഞാൻ കഴിഞ്ഞ 14 വർഷമായിട്ട് ഫേസ്ബുക്കിൽ ഒരു കോളം ചെയ്യുന്നുണ്ട്, ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ദിവസം ഒരു പുരുഷൻ്റെ കവിതയാണെങ്കിൽ അടുത്ത ദിവസം സ്ത്രീയുടെ കവിത, ഇങ്ങനെ കൊടുക്കുക. ഇന്നേ വരെ സ്ത്രീയുടെ കവിതയ്ക്ക് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഇത്രയും നാളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം സമൃദ്ധമാണ്. ആരാണ് ഇവരെ സഹായിച്ചത്? ഇന്ത്യൻ സങ്കല്പമനുസരിച്ച് വിദ്യയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹിത്യ കലാപ്രവർത്തനങ്ങൾക്ക് ഒരു ദേവതയുണ്ട്. ആ ദേവത ഒന്നിലധികം 4 കൈകളുള്ള സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി സ്ത്രീകളെ സഹായിച്ചോ? സരസ്വതി സഹായിക്കാൻ സരസ്വതി ദേവി പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. അത് കാരണം സരസ്വതി ദേവിയുടെ സഹായം സ്ത്രീകൾക്കുണ്ടായിട്ടില്ല. പിന്നെ ആരാണ് നമ്മുടെ വനിതകളെ സഹായിച്ചത്? വനിതകളെ സഹായിച്ചത് സയൻസാണ്. സയൻസ് എന്ത് ചെയ്തു? സയൻസ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു തന്നു. മൊബൈൽ ഫോണിൽ ബസ്സിലിരുന്നുകൊണ്ടും ഓഫീസിലിരുന്നുകൊണ്ടും സ്റ്റാഫ് റൂമിലിരുന്നുകൊണ്ടും ലെഷർ ടൈമിലൊക്കെ ലെഷർ ടൈം ഉപയോഗിച്ചുമൊക്കെ മൊബൈൽ ഫോണിൻ്റെ കീപാഡിൽ ചൂണ്ടുവിരൽ കൊണ്ട് മംഗ്ലീഷിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ പകർത്തി വയ്ക്കുകയും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ലോകത്തുള്ള ഒരുപാട് പേര് അവർ വായിക്കുകയും ചെയ്തു. സയൻസാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്, സരസ്വതിയല്ല. സയൻസാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. ആ മാറ്റം മലയാള കവിതയിൽ വളരെ പ്രകടമാണ്. അതായത് സ്ത്രീകൾ എഴുതുന്ന രാഷ്ട്രീയ കവിതകൾ, പുരുഷന്മാർക്ക് എഴുതാൻ സാധിക്കാത്ത അവരുടേതായ പ്രമേയങ്ങൾ, അത് വളരെ ശക്തമായിട്ട് ഇന്ന് എഴുതുന്നത് സ്ത്രീകളാണ്. അവർ തന്നെ നേരിട്ട് എഴുതുകയാണ്. അതാണ് മലയാള കവിതയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്.